ഹലോ കൂട്ടുകാരെ, M4 മലയാളത്തിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് കുറച്ച് വിഭജിത പദങ്ങൾ പരിചയപ്പെടാം. ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് പഠിക്കാം. അഗ്രജൻ, അവരജൻ, അകം, അനഘം, അണിയം, അമരം, അത്ര, പത്ര, അധപതനം, ഉത്പതനം, അധമം, ഉത്തമം, അധമൻ, ഉത്തമൻ, അധോഗതി, ഉദ്ഗതി, അധോഭാഗം, ഉപരിഭാഗം, അനുകൂലം, പ്രതികൂലം, അനുഗ്രഹം, നിഗ്രഹം, അന്തർഭാഗം, ബഹിർഭാഗം, അപകാരം, ഉപകാരം, അപരാധി, നിരപരാധി, അപായം, ഉപായം, അപേക്ഷ, ഉപേക്ഷ, അബദ്ധം, സുബദ്ധം, അഭാവം, സാന്നിധ്യം, അവർണൻ, സവർണൻ, ആക്രമണം, പ്രതിരോധം, ആഗമനം, നിർഗമനം, ആച്ഛാദനം, അനാച്ഛാദനം, ആഡംബരം, അനാഡംബരം, ആപത്ത്, സമ്പത്ത്, ആദി, അന്തമെന്നും അനാദിയെന്നും പറയാം. ആധുനികം, പ്രാചീനം, ആഭ്യന്തരം, ബാഹ്യം, ആയം, വ്യയം, ആരോഹണം, അവരോഹണം, ആര്യൻ, അനാര്യൻ, ആവിർഭാവം, തിരോഭാവം, ആവൃതം, അനാവൃതം, ആർത്ത, അനാർത്ത, ഇകഴ്ത്തൽ, പുകഴ്ത്തൽ, ഇമ്പം, തുമ്പം, ഇളപ്പം, വലിപ്പം, ഉഗ്രം, ശാന്തം, ഉചിതം, അനുചിതം, ഉച്ചം, നീചം, ഉത്തരം, ദക്ഷിണം, ഉദയം, അസ്തമയം, ഉദാഹരണൻ, കൃപണൻ, ഉദ്ഗ്രഥനം, അപഗ്രഥനം, ഉദ്ധതം, സൗമ്യം, ഉന്മീലനം, നിമീലനം, ഉന്മുഖൻ, അധോമുഖൻ, ഉപകാരം, അപകാരമെന്നും ഉപദ്രവമെന്നും അർത്ഥമുണ്ട്. ഉപക്രമം, ഉപസംഹാരം, ഉത്പത്തി, നാശം, ഉഷ്ണം, ശീതം, ഉത്സാഹം, നിരുത്സാഹം. അപ്പൊ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.